UAPA പോലുള്ള വംശീയ നിയമങ്ങളനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ദീർഘകാലം ജയിലിൽ കഴിയുന്ന വിചാരണ തടവുകാരുടെയും ശിക്ഷയനുഭവിക്കുന്നവരുടെയും മരണങ്ങൾ ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള തടവുകാർക്ക് സമയബന്ധിതമായ ചികിത്സയും നിയമാനുസൃതമായ ജാമ്യവും ലഭിക്കുന്നില്ലെന്നതാണ് വാസ്തവം. കേരളത്തിൽ ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ ശ്രദ്ധേയമായ സംഭവം പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട യാസർ അറഫാത്ത് എന്ന 37-കാരൻ്റെ മരണമാണ്. ആഗസ്റ്റ് 20-നാണ് അദ്ദേഹം മരിച്ചത്. കേസിൽ 71-ലേറെ പേർ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. കേസിലെ പ്രതികളെ സഹായിച്ചെന്ന ആരോപണമാണ് യാസർ അറാഫത്തിനെതിരെ ഉണ്ടായിരുന്നത്. കൊച്ചി NIA കോടതിയുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ കഴിഞ്ഞു വരികയായിരുന്നു അദ്ദേഹം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ ലഭ്യമാക്കി. ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് മരണം സംഭവിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം തേടിയിരുന്നുവെങ്കിലും അത് അനുവദിക്കപ്പെട്ടില്ലെന്ന പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതേ കേസിലെ മറ്റൊരു പ്രതിയായ അബ്ദുൽ നിസാർ 2023 ജനുവരി 2-ന് മരിച്ചിരുന്നു. അതായത് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് 2 പേർ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ മരണമടഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അമീൻ 2022 ഒക്ടോബർ 7-ന് ഡൽഹിയിലെ മണ്ഡോലി ജയിൽ സമുച്ചയത്തിൽ 27-കാരനായ മുഹമ്മദ് അമീൻ മരിച്ചു. മലപ്പുറം മങ്കട സ്വദേശിയായ അമീനെ 2021 മാർച്ചിൽ NIA ISIS കേരള മൊഡ്യൂൾ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. UAPA പ്രകാരം കേസെടുത്ത് അദ്ദേഹത്തിനെതിരെ ISIS അനുകൂല പ്രചാരണം നടത്തുകയും പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തെന്നായിരുന്നു അന്വേഷണ ഏജൻസിയുടെ ആരോപണം. തലവേദനയെ തുടർന്ന് അസ്വസ്ഥനായിരുന്ന അദ്ദേഹം രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് മണ്ഡോലി ജയിൽ സമുച്ചയത്തിൽ തന്നെ മരണം സംഭവിച്ചു. അബ്ദുൽ ഖാദർ 2026 ജൂൺ 12-ന് മംഗളൂരു സ്ഫോടനക്കേസിലെ വിചാരണ തടവുകാരനായ അബ്ദുൽ ഖാദർ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ മരിച്ചു. അദ്ദേഹത്തിന് 62 വയസ്സായിരുന്നു. 17 വർഷമായി കേസിൽ വിചാരണ തടവുകാരനായി കഴിയുകയായിരുന്നു. പ്രമേഹത്തെ തുടർന്നുണ്ടായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം വീൽ ചെയറിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും മെഡിക്കൽ ജാമ്യാപേക്ഷകൾ നിരസിക്കപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ആരോപിക്കുന്നുണ്ട്. അദ്ദേഹം മംഗളൂരു സ്ഫോടന കേസിലെ 31-ാം പ്രതിയായിരുന്നു. തടിയൻ്റെവിടെ നസീറിനെ ഇഞ്ചി കൃഷിക്കായി ഭൂമി ലഭ്യമാക്കുന്നതിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിനെതിരായ ആരോപണം. കേസിൽ അന്തിമ വിധി വരുന്നതിന് മുമ്പാണ് അദ്ദേഹം മരിച്ചത്. സാദിഖ് അബ്ദുൽ ഹമീദ് നാച്ചൻ 63 വയസ്സ് 2025 ജൂൺ 28-ന് മുൻ സിമി നേതാവ് സാദിഖ് അബ്ദുൽ ഹമീദ് നാച്ചൻ 63 വയസ്സ് ഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. 2023 ഡിസംബറിൽ NIA അറസ്റ്റ് ചെയ്ത നാച്ചൻ തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. ജൂൺ 24-ന് മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും നില വഷളാവുകയായിരുന്നു. ജൂൺ 28-ന് ഉച്ചയ്ക്ക് 12:10 അദ്ദേഹം മരണമടഞ്ഞു. പാണ്ഡുപൊറ നരോത്തെ 2022 ആഗസ്റ്റ് 25-ന് മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി കേസിൽ UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെട്ട പാണ്ഡുപൊറ നരോത്തെ 33-ാം വയസ്സിൽ നാഗ്പൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചികിത്സയ്ക്കായി മാറ്റിയ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹം H1N1 ബാധിതനായിരുന്നു. മരണസമയത്ത് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട തടവുകാരനായിരുന്നു. പ്രൊഫസർ GN സായിബാബ ഉൾപ്പെടെയുള്ളവർക്കൊപ്പം 2017-ലാണ് നരോത്തെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് ബോംബെ ഹൈക്കോടതി ശിക്ഷ റദ്ദാക്കിയിരുന്നു. ആ വിധി കേൾക്കാൻ പക്ഷേ നരോത്തെ ജീവിച്ചിരുന്നില്ല. ഫാദർ സ്റ്റാൻ സാമി 2021 ജൂലൈ 5-ന് 84-ാം വയസ്സിൽ ഫാദർ സ്റ്റാൻ സാമി മുംബൈയിലെ ബാന്ദ്രയിലുള്ള ഹോളി ഫാമിലി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. ഭീമ കൊറേഗാവ് എൽഗാർ പരിഷത്ത് കേസിൽ UAPA പ്രകാരം 2020 ഒക്ടോബറിൽ അറസ്റ്റിലായ അദ്ദേഹം മരണസമയത്ത് വിചാരണ തടവുകാരനായിരുന്നു. പാർക്കിൻസൺസ് രോഗം ഉൾപ്പെടെ നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് സ്ട്രോ ആവശ്യപ്പെട്ടപ്പോൾ അതുപോലും 2 ആഴ്ചയോളം വൈകിപ്പിക്കുകയാണ് അധികൃതർ ചെയ്തത്. തീർത്തും മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് ജയിൽ അധികൃതരിൽ നിന്നും കോടതിയിൽ നിന്നും അദ്ദേഹം നേരിട്ടത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് 2021 മെയ് അവസാനം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജൂലൈ 4-ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജൂലൈ 5-ന് അദ്ദേഹം മരിച്ചു. കാഞ്ചൻ നാനാവരെ 2021 ജനുവരി 24-ന് 38-ാം വയസ്സിൽ
കാഞ്ചൻ നാനാവരെ പൂനെയിലെ സസൂൺ ജനറൽ ആശുപത്രിയിൽ മരിച്ചു. 2014 സെപ്റ്റംബറിൽ ഭർത്താവ് അരുൺ ബൽക്കെയോടൊപ്പം മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്ത കാഞ്ചൻ നാനാവരെ ദീർഘകാലം വിചാരണ തടവുകാരിയായി ജയിലിൽ കഴിഞ്ഞിരുന്നു. ഗുരുതരമായ ഹൃദയ രോഗവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നു. മെഡിക്കൽ കാരണങ്ങളാൽ ജാമ്യം തേടിയെങ്കിലും അപേക്ഷ നിരസിക്കപ്പെട്ടു. 2021 ജനുവരിയിൽ മസ്തിഷ്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കിയ അവർ അതിന് പിന്നാലെയാണ് മരണപ്പെട്ടത്. രഞ്ജിത്ത് മുർമു 2011 സെപ്റ്റംബർ 25-ന് 55-ാം വയസ്സിൽ പശ്ചിമ ബംഗാളിലെ ലാൽഗഡ് കേസിൽ UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം വിചാരണ നേരിട്ടിരുന്ന രഞ്ജിത്ത് മുർമു കസ്റ്റഡിയിൽ മരിച്ചു. അദ്ദേഹത്തെ ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയ ശേഷം കൊൽക്കത്തയിലെ NRS ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. വൃക്ക സംബന്ധമായ അസുഖവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മരണവിവരം കുടുംബത്തെ അറിയിക്കുന്നതിലും ഗുരുതരമായ വീഴ്ചയുണ്ടായതായി മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചു. രഞ്ജിത്ത് മുർമുവിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ മരണം 2 ദിവസത്തിന് ശേഷമാണ് അറിയാൻ കഴിഞ്ഞതെന്ന് രേഖകൾ പറയുന്നു. സ്വപൻ ദാസ് ഗുപ്ത 2010 ഫെബ്രുവരി 2-ന് 60-ാം വയസ്സിൽ മരണമടഞ്ഞ സ്വപൻ ദാസ് ഗുപ്ത പീപ്പിൾസ് മാർച്ച് മാസികയുടെ ബംഗാളി പതിപ്പിന്റെ എഡിറ്ററായിരുന്നു. SSKM ആശുപത്രിയിലെ ICUവിൽ കസ്റ്റഡിയിലിരിക്കെ മരിച്ചു. അദ്ദേഹത്തിന് മരണസമയത്ത് 60 വയസ്സായിരുന്നു. 2009 ഒക്ടോബർ 6-നാണ് UAPA പ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത്. ജയിലിൽ കഴിയുന്നതിനിടെ ആരോഗ്യനില ഗുരുതരമായി വഷളായതിനെ തുടർന്ന് ഡിസംബർ 17-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2024 ഒക്ടോബർ 12-ന് 57-ാം വയസ്സിൽ പ്രൊഫസർ GN സായിബാബ ചികിത്സയിലിരിക്കെ മരിച്ചു. സായിബാബ മരണസമയത്ത് ജയിലിലായിരുന്നില്ല. 2024 മാർച്ച് 5-ന് ബോംബെ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. മാർച്ച് 7-ന് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. പിത്താശയത്തിലെ കല്ലുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ സങ്കീർണതയെ തുടർന്നാണ് ചികിത്സയിലിരിക്കെ അദ്ദേഹം മരിച്ചത്. അതിനാൽ അദ്ദേഹത്തിന്റെ മരണം ജയിൽ കഴിയുമ്പോഴല്ല, എന്നാൽ ദീർഘകാല UAPA തടങ്കലും ജയിലിലെ ആരോഗ്യ പരിചരണവും സംബന്ധിച്ച ചർച്ചയിൽ അദ്ദേഹത്തിന്റെ കേസ് നിർണായകമാണ്. വിചാരണ തടവുകാർക്കും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വരുന്നവർക്കും മതിയായ ചികിത്സയും നിയമാനുസൃതമായ പരോളും ജാമ്യവും ലഭ്യമാക്കുക എന്നത് വെറും ഭരണഘടനാപരമായ സൗകര്യമല്ല, തടവുകാരുടെ ഭരണഘടനാപരമായ അവകാശവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരാൾ കുറ്റക്കാരനാണെന്ന് കോടതി അന്തിമമായി വിധിക്കുന്നതിന് മുമ്പ് വർഷങ്ങളോളം തടവിൽ കഴിയുകയും അതിനിടെ ചികിത്സ ലഭിക്കാതെ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം നീതിന്യായ സംവിധാനത്തിന് മുന്നിൽ ഗുരുതരമായ ചോദ്യമാണ് ഉയർത്തുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മലയാളിയായ ഈ അബൂബക്കർ മാഷെ പോലെയുള്ളവർ പാർക്കിൻസൺസും ക്യാൻസറും പ്രായാധിക്യവും എല്ലാം കാരണം മതിയായ ചികിത്സ ലഭിക്കാതെ ഡൽഹി തിഹാർ ജയിലിൽ ദുരിത ജീവിതം തള്ളി നീക്കുകയാണെന്ന കാര്യവും നാം ഓർക്കണം. ജയിൽ ശിക്ഷ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നതാണ്, ജീവനും ആരോഗ്യത്തിനുമുള്ള അവകാശം നഷ്ടപ്പെടുത്തുന്നതല്ല. ഗുരുതര രോഗബാധിതരായ തടവുകാർക്ക് സമയബന്ധിതമായ ചികിത്സയും മെഡിക്കൽ ജാമ്യവും ലഭ്യമാക്കുന്നതിലുണ്ടാകുന്ന വീഴ്ചകൾ ഒടുവിൽ വിചാരണ തടങ്കലിനെ തന്നെ ഒരു മുൻകൂർ ശിക്ഷയായി മാറ്റുകയാണ് ചെയ്യുന്നത്.